ഹലോ നമസ്കാരം, ഞാൻ ഡോക്ടർ അമൃത. നമ്മളെല്ലാവരും നമ്മുടെ സ്കിന്ന് അല്ലെങ്കിൽ നമ്മുടെ ശരീരം, മുടി എല്ലാം നല്ല ഹെൽത്തി ആയിരിക്കാൻ എപ്പോഴും ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു മരുന്നാണ് ഇന്നത്തെ വീഡിയോ. മറ്റൊന്നുമല്ല, കോട്ടക്കലിൻ്റെ ചവന്യൂൾസ് ആണ്. ആർക്കൊക്കെയാണ് ചവന്യൂൾസ് കഴിക്കാൻ നല്ലത്, എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ, എത്രയൊക്കെയാണ് ഇതിൻ്റെ ഡോസ് ഒക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ വിശദമായിട്ട് നോക്കാം. ഈ ചവന്യൂൾസ് എന്ന് പറയുന്നത് ചവനപ്രാശത്തിൻ്റെ തന്നെ ഒരു ഗ്രാന്യൂൾ ഫോമാണ്. ചവനപ്രാശത്തെ തന്നെ ഡെറിവേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഗ്രാന്യൂൾ ഫോമാണ് ചവന്യൂൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ചവനപ്രാശത്തിൽ ചേർത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും, അതായത് അതിൽ ചേർത്തിട്ടുള്ള എല്ലാ മരുന്നുകളും ഇതിൽ ചേർത്തിട്ടുണ്ട്. 40ഓളം മരുന്നുകൾ ചേർത്തിട്ടാണ് ചവന്യൂൾസ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഫാറ്റ് ഫ്രീ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഡയറ്റ് എടുക്കുന്നവർക്ക്, കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു മരുന്നാണ് ചവന്യൂൾസ്. ഇനി ഈ ചവന്യൂൾസ് ആർക്കൊക്കെ കഴിക്കാൻ നോക്കാം. ഒന്നാമത്തേതെന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ ഹെൽത്തിനും അല്ലെങ്കിൽ ഹെയറിനും ഒക്കെ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരാണ്. നമുക്കതൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് നമുക്ക് അകത്തേക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു മരുന്നാണ് ചവന്യൂൾസ്. നമ്മുടെ റിങ്കിൾസ് വരുന്നതും ഫ്രിക്കിൾസ് വരുന്നതും ഒക്കെ തടയാൻ വേണ്ടിയിട്ട് ചവന്യൂൾസ് കഴിക്കുന്നത് കൊണ്ട് സാധിക്കും. അതായത് ഇതൊരു ആൻറ്റി ഏജിങ് തന്നെയാണ്. നമുക്ക് ജരാനരകൾ ബാധിക്കാതിരിക്കാൻ ചവനപ്രാശം പറയുന്നുണ്ട്. അതായത് പ്രിമച്വറായിട്ടുള്ള ഗ്രേയിങ് വരാതിരിക്കാനും സ്കിന്നിൽ ചുളിവുകൾ വരാതിരിക്കാനും ഒക്കെ നമുക്ക് ഈ ഒരു മരുന്ന് കഴിക്കാവുന്നതാണ്. നല്ല രീതിയിലുള്ള മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ മുടി കൊഴിച്ചിൽ മാറി മുടി നന്നായിട്ട് വളരാനും ഒക്കെ ഇത് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ഒരു യൂസ് എന്ന് പറയുന്നത്. ഇത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഫാറ്റ് ഫ്രീ ആയതുകൊണ്ട് തന്നെ ഡയറ്റ് എടുക്കുന്നവർക്ക്, അല്ലെങ്കിൽ കുറച്ച് തടി കൂടുതലുണ്ട്, നമുക്ക് ഇനി ചവനപ്രാശമൊക്കെ കഴിച്ചാൽ തടിക്കുമോ എന്നൊക്കെ കുറേ പേർക്ക് പേടിയുണ്ടാവും. രസായനങ്ങളൊക്കെ കഴിക്കുമ്പോൾ അതിൽ നെയ്യൊക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ തടിക്കുമോ എന്നൊക്കെ ടെൻഷൻ ഉള്ളവർക്ക്, ഡയറ്റൊക്കെ എടുക്കുന്നവർക്ക് ഫോളോ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ് ചവന്യൂൾസ് എന്നുള്ളത്. അപ്പോൾ ഇത് ഫാറ്റ് ഫ്രീ ആണ്. ഇതിൽ നെയ്യ്, അതുപോലെ തന്നെ തേൻ, അതുപോലെ ഓയിൽ, ഇത് മൂന്നും അടങ്ങിയിട്ടില്ല. ചവനപ്രാശത്തിൽ നിന്ന് ഈ 3 ഇൻഗ്രീഡിയൻസ് കുറഞ്ഞിട്ടാണ് ഈ ഒരു ചവന്യൂൾസ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ളവർക്ക്, അതുപോലെ കൊളസ്ട്രോൾ ഉള്ളവർക്കും ഈ ഒരു മരുന്ന് കഴിക്കാവുന്നതാണ്. രണ്ടാമതെന്ന് പറയുന്നത് ഇത് നമുക്ക് ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററാണ്. നല്ലൊരു ഇമ്മ്യൂണിറ്റി പവർ കിട്ടാൻ വേണ്ടിയിട്ട്, നമ്മുടെ ഓവറോൾ ഒരു ഹെൽത്തിന് വേണ്ടിയിട്ട് നമുക്കിത് കഴിക്കാവുന്നതാണ്. പിന്നെ ഒന്ന് ഇതിൻ്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത് നമ്മുടെ റെസ്പിറേറ്ററി ഹെൽത്തിന് വേണ്ടിയിട്ടാണ്. ഇടയ്ക്കിടയ്ക്ക് ചുമ വരുന്നവർ, ജലദോഷം വരുന്നവർ, അതുപോലെ ആസ്മ, ബ്രോങ്കൈറ്റിസ് പോലുള്ള പ്രശ്നങ്ങളുള്ളവർക്കും ഒക്കെ വളരെ എഫക്റ്റീവാണ് ചവന്യൂൾസ് എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ റെക്കറൻ്റ് ആയിട്ട് ഇൻഫെക്ഷൻസ് ഒക്കെ വരുന്നവർക്ക് ഈ ഒരു മരുന്ന് വളരെ നല്ലതാണ്, അവർക്കിത് കഴിക്കാവുന്നതാണ്. അതുപോലെ പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ ക്ഷീണം തോന്നുന്നവരുണ്ടാവും. ചിലപ്പോൾ എന്തെങ്കിലും ഒരു അസുഖങ്ങൾ വന്നതിന് ശേഷം നമ്മുടെ ബോഡി വളരെ വീക്കായിട്ട് വളരെ ക്ഷീണം തോന്നുന്നവരുണ്ടാവും. ചിലപ്പോൾ വയസ്സായത് കാരണം പൊതുവിൽ ബോഡിക്ക് ഒരു ക്ഷീണമുള്ളവരുണ്ടാവും. അല്ലാതെ തന്നെ നമുക്ക് ഒരു എനർജി ഇല്ലാത്ത പോലെയൊക്കെ ഫീൽ ചെയ്യുന്നവരുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് നല്ലൊരു എനർജി ബൂസ്റ്ററാണ്. ക്ഷീണം മാറാനും ശരീരം ഒന്ന് നല്ല എനർജറ്റിക് ആയിരിക്കാനും ഒക്കെ വേണ്ടി കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു മരുന്നാണ് ചവന്യൂൾസ്. അതുപോലെ പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിൻ ഫങ്ഷനെ ഇത് കൂട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓർമ്മശക്തി കൂട്ടാനും ബുദ്ധിശക്തി വർദ്ധിപ്പിക്കുവാനും ഒക്കെ ഈ ഒരു മരുന്ന് ഉപയോഗിക്കാറുണ്ട്. കുഞ്ഞു കുട്ടികൾക്കൊക്കെ, നമുക്ക് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു മരുന്നാണ് ചവന്യൂൾസ്. നല്ല കോൺസെൻട്രേഷൻ കിട്ടാനും ഓർമ്മശക്തി കൂട്ടാനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് യൂസ് എന്ന് പറയുന്നത് നമ്മുടെ ഡൈജഷൻ വളരെ പ്രോപ്പറാക്കാനും ഇത് സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലുള്ള ന്യൂട്രിയൻസ് ഒക്കെ നല്ല രീതിയിൽ അബ്സോർബ് ചെയ്യാനും ഇത് കഴിക്കുന്നത് മൂലം സാധിക്കും. അതുകൊണ്ട് നല്ലൊരു ഹെൽത്തിന്, അതായത് ഓവറോൾ നമ്മുടെ ബോഡി ഹെൽത്തിന് വേണ്ടിയിട്ടും നല്ലൊരു എനർജിക്ക് വേണ്ടിയിട്ടും ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടും ഒക്കെ നമുക്ക് ഈ ഒരു ഫോർമുല ഉപയോഗിക്കാവുന്നതാണ്. ചവനപ്രാശത്തിൻ്റെ എല്ലാ ഗുണങ്ങളും തന്നെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുള്ള ഈ 3 ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഇതിൽ കുറവായിട്ടുള്ളത്. അത് നമുക്ക് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ കുട്ടികളൊക്കെ ലേഹ്യമൊക്കെ കഴിക്കാൻ വളരെ ബുദ്ധിമുട്ടാറുണ്ട്, അവർക്ക് അത്ര ഇഷ്ടപ്പെടാറില്ല. അങ്ങനെയുള്ളവർക്ക്, കുഞ്ഞു കുട്ടികൾക്കും ഒക്കെ നമുക്ക് ഈ ഒരു ചവന്യൂൾസ് കൊടുക്കാവുന്നതാണ്. ഇത് നമുക്ക് ഇറക്കാൻ കുറച്ച് എളുപ്പമാണ്. ഇനി ഇതിൽ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നെല്ലിക്ക തന്നെയാണ്. ചവനപ്രാശത്തിലേതുപോലെ നെല്ലിക്കയാണ് ഇതിലും മെയിനായിട്ട് ഇൻഗ്രീഡിയൻറ്റ്. അതുപോലെ ദശമൂല അടങ്ങിയിട്ടുണ്ട്. പിന്നെ ചന്ദനം, അതുപോലെ അമുക്കുരം, ശതാവരി മുതലായ നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും എനർജി ബൂസ്റ്റ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ അനീമിക്കൊക്കെ ആയവർക്കും ഈ ഒരു മരുന്ന് വളരെ നല്ലതാണ്. ദ്രാക്ഷ അടങ്ങിയിട്ടുണ്ട് ഇതിൽ, അതായത് ഉണക്കമുന്തിരി അടങ്ങിയിട്ടുണ്ട്, തഴുതാമ അടങ്ങിയിട്ടുണ്ട്, അങ്ങനെ ഇലവങ്കം, അടപതിയം കിഴങ്ങ് തുടങ്ങിയ 40ഓളം ഇൻഗ്രീഡിയൻസ് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫോർമുല വരുന്നത് ഗ്രാന്യൂൾസ്
ഫോമാണ്, കുറച്ച് തരി തരിയായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിത് പാലിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ ഇളം ചൂടുവെള്ളത്തിലോ ഇട്ട് മിക്സ് ചെയ്ത് കഴിക്കാവുന്നതാണ്. കഴിക്കുമ്പോൾ ചിലപ്പോൾ മൊത്തമായിട്ട് അലിഞ്ഞു ചേരണം എന്നില്ല, ചെറിയ ചെറിയ ഗ്രാനുൾസ് അതിലും കാണാൻ സാധ്യതയുണ്ട്. പാലിൽ ഇട്ട് കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ കഴിക്കാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ തന്നെ കഴിക്കാം. അതല്ല എങ്കിൽ ചൂടുവെള്ളത്തിലായാലും കുഴപ്പമൊന്നുമില്ല, ചൂടുവെള്ളത്തിലും നമുക്കിത് കഴിക്കാവുന്നതാണ്. ഇനി അതല്ല നമുക്കത് വെറുതെ കഴിക്കാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെയും കഴിക്കാം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ഇളം ചൂടുവെള്ളം കഴിച്ചാൽ മതി. ഇനി ഇതിൻ്റെ ഡോസ് എന്ന് പറയുന്നത് മുതിർന്നവർക്ക് ഒരു 10 ഗ്രാമാണ്, അതായത് ഒരു 2 ടീസ്പൂണോളം കഴിക്കാം. അതുപോലെ കുട്ടികൾക്കാണെങ്കിൽ ഒരു 5 ഗ്രാമാണ് ഇതിൻ്റെ ഡോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. താങ്ക്